നവകേരളം കിഫ്ബിയിലൂടെ. സംസ്ഥാനത്തിൻ്റെ പശ്ചാത്തല വികസനത്തിൽ കിഫ്ബി പദ്ധതികൾ വലിയ പ്രാധാന്യമാണ് വഹിക്കുന്നത്. എറണാകുളം ജില്ലയിലെ കളമശ്ശേരിയിലും ക്യാൻസർ ഗവേഷണ ചികിത്സാ കേന്ദ്രം, മെഡിക്കൽ കോളേജ്, ശാസ്ത്ര സാങ്കേതിക സർവകലാശാല തുടങ്ങിയവയുടെ വികസനം ഉൾപ്പെടെ യാഥാർത്ഥ്യമായത് കിഫ്ബിയിലൂടെയാണ്. സംസ്ഥാനത്തിന്റെ പശ്ചാത്തല വികസനത്തിൽ കിഫ്ബി വഹിക്കുന്ന പങ്ക് ചെറുതല്ല. എറണാകുളം കളമശ്ശേരി മണ്ഡലത്തിലെ കിഫ്ബി പദ്ധതികളെക്കുറിച്ച് വിശദമാക്കുകയാണ് വ്യവസായ മന്ത്രിയും കളമശ്ശേരി MLA കൂടിയായ പി രാജീവ്. കളമശ്ശേരി മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികളിൽ ഒന്ന് അത് ആരോഗ്യരംഗത്ത് തന്നെയാണ്. കളമശ്ശേരി ക്യാൻസർ സെൻറ്റർ ഇപ്പോൾ 466 കോടി രൂപ കിഫ്ബി ഫണ്ടിൽ നിന്ന് ചെലവഴിച്ചുകൊണ്ടുള്ള ക്യാൻസർ സെൻറ്ററിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു. എക്യുപ്മെൻറ്റുകൾ കൂടി വന്നു കഴിഞ്ഞാൽ ഈ വർഷം തന്നെ അത് ഉദ്ഘാടനം ചെയ്യാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മധ്യ കേരളത്തിൽ പൊതുമേഖലയിലെ ഏറ്റവും ശക്തമായ ഒരു ക്യാൻസർ ഗവേഷണ ചികിത്സാ കേന്ദ്രമായി അത് മാറാൻ പോവുകയാണ്. കൊച്ചി മെഡിക്കൽ കോളേജിന്റെ വികസനത്തിന് കിഫ്ബി ഫണ്ടിൽ നിന്ന് ആകെ 368 കോടി രൂപയാണ് ചിലവിട്ടത്. കൊച്ചി മെഡിക്കൽ കോളേജ് നിരവധി ബാലാരിഷ്ടതകൾ അഭിമുഖീകരിക്കുന്നുണ്ട്. അതിലുള്ള വലിയ മാറ്റത്തിനാണ് സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് 368 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് നിർമ്മിക്കുന്നത്. അതിൻ്റെ നിർമ്മാണം ഏകദേശം പൂർത്തീകരിച്ചു കഴിഞ്ഞു. മറ്റ് ഉപകരണങ്ങളും അത്യാധുനിക സൗകര്യങ്ങളും കൂടി വന്നു കഴിഞ്ഞാൽ ഈ വർഷം തന്നെ അതും ഉദ്ഘാടനം ചെയ്യാൻ കഴിയുമെന്നാണ് കണക്കാക്കുന്നത്. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയ്ക്കും കിഫ്ബി ഫണ്ട് ഗുണകരമായി. 242 കോടി രൂപ ചെലവഴിച്ചിട്ടുള്ള കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ കിഫ്ബി പദ്ധതി എന്നുള്ളത് ഗവേഷണ രംഗത്ത് വലിയ കുതിച്ചുചാട്ടത്തിന് സഹായകരമാകുന്ന പദ്ധതിയാണ്. ഇടയ്ക്ക് ചില സാങ്കേതികമായ പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിലും അത് പരിഹരിച്ച് പൂർത്തീകരിക്കുമെന്നാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. കളമശ്ശേരിയുടെ പൊതുവിദ്യാഭ്യാസ മേഖലയിലും കിഫ്ബി ഫണ്ട് പ്രയോജനപ്പെടുത്തി ഒട്ടേറെ പദ്ധതികൾ നടപ്പിലാക്കി. വിവിധ സ്കൂളുകൾ ഹൈടെക്കാക്കി മാറ്റി. കളമശ്ശേരി സയൻസ് പാർക്കും കുടിവെള്ള പദ്ധതിയും കിഫ്ബി ഫണ്ട് പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് നടപ്പിലാക്കുന്നത്. പൊതുവിദ്യാഭ്യാസങ്ങൾ ശക്തിപ്പെടുത്തുന്നതിൽ 5 കോടിയുടെ അതുപോലെ 2 കോടിയുടെയും പദ്ധതികൾ കിഫ്ബിയുടെ നേതൃത്വത്തിൽ ഈ മണ്ഡലത്തിലെ മിക്കവാറും എല്ലാ സ്കൂളുകളിലും നടപ്പിലാക്കാൻ കഴിഞ്ഞു. കുടിവെള്ളം ആ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് കുന്നുകര കരുമാലൂർ പഞ്ചായത്തുകൾക്കകത്ത് ഒരു പുതിയ പദ്ധതി വിഭാവനം ചെയ്യുകയുണ്ടായി. അതിപ്പോൾ 46 കോടി രൂപയുടെ പദ്ധതിയായി കിഫ്ബി അംഗീകരിച്ചു. അതിനാവശ്യമായ സ്ഥലം ഏറ്റെടുത്ത് കഴിഞ്ഞു. ടെൻഡർ നടപടികൾ അവസാന ഘട്ടത്തിലാണ്. കേരളത്തിൽ നടപ്പിലാക്കുന്ന സയൻസ് പാർക്കുകൾ ഒന്ന് കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുമായി ചേർന്നാണ്. 200 കോടി രൂപ മുതൽ മുടക്ക് പ്രതീക്ഷിക്കുന്ന അതിനാവശ്യമായ സ്ഥലം കണ്ടെത്താനുള്ള ശ്രമം അവസാന ഘട്ടത്തിലാണ്. അതോടൊപ്പം കളമശ്ശേരിയിൽ IT വകുപ്പിന് വേണ്ടി ഒരേ രൂപത്തിലുള്ള ഒരു ഇന്നൊവേഷൻ സെൻറ്റർ 250 കോടി രൂപയിലധികം ചെലവഴിച്ചതും കിഫ്ബി പിൻബലത്തോടു കൂടിയാണ് അത് പൂർത്തീകരിക്കുന്നത്. IT പാർക്ക് പദ്ധതിക്കും കിഫ്ബി ഫണ്ട് തുണയായി. അങ്ങനെ കളമശ്ശേരിയുടെ സമഗ്ര മേഖലകളിലും വികസന പദ്ധതികൾക്ക് പശ്ചാത്തല സൗകര്യമൊരുക്കാൻ കിഫ്ബി പദ്ധതിയിലൂടെ കഴിഞ്ഞു.